പീഡനക്കേസിൽ സംവിധായകൻ രഞ്ജിത്ത് അറസ്റ്റിലായിരിക്കുകയാണ്. യുവനടിയുടെ പരാതിയിൽ ഈ ജനുവരിയിൽ നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്ത രഞ്ജിത്തിന്റെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത് നിലവിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ആണ് ഉള്ളത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം രഞ്ജിത്തിനെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകും. എറണാകുളത്തുള്ള പ്രത്യേക പോലീസ് സംഘം തൊടുപുഴയിൽ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ രഞ്ജിത്തിനെ എറണാകുളത്തേക്ക് അവർ കൊണ്ടുപോകും. എറണാകുളത്താണ് ഈ കേസ്, ഈ അറസ്റ്റിനാസ്പദമായ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുകയായിരുന്ന ഒരു യുവനടിയുടെ പരാതിയിൽ സിനിമയുടെ ചിത്രീകരണത്തിന്റെ വേളയിൽ കഴിഞ്ഞ ജനുവരിയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ പീഡനശ്രമം. തുടർന്ന് ICCയിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷം നേരിട്ട് പോലീസിലെത്തേണ്ട സാഹചര്യം. 28-ാം തീയതി പരാതി നൽകുന്നു, 30-ാം തീയതി കേസ് എടുക്കുന്നു. അതിനുശേഷം ഇന്ന് തൊട്ടടുത്ത ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. പോലീസ് രഞ്ജിത്തിന്റെ ഈ പീഡന പരാതിയിൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ ഏത് നിമിഷവും രഞ്ജിത്തിനെ ഇപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷും രാഹുൽ വിജയനും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ICC ഉൾപ്പെടെയുള്ള ICCയിലടക്കം പരാതി നൽകിയിട്ട് വലിയ ഗുണമുണ്ടായില്ല എന്നതുകൊണ്ട് നേരിട്ട് പോലീസിലേക്ക് വരേണ്ട സാഹചര്യം എന്നാണ് മനസ്സിലാക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും സുരക്ഷിതമായൊരു തൊഴിലിടം എന്ന നിലയിലേക്ക് സിനിമാ മേഖലയെ മാറ്റാൻ, സിനിമാ ലൊക്കേഷനെ മാറ്റാൻ സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ വലിയ ചർച്ചകൾ കൂടി വഴിവെക്കുന്ന ഒരു പരാതി അങ്ങനെ വേണമല്ലോ കാണാൻ. യുവനടിയുടെ പരാതിയിലാണ് ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. സിനിമാ ചിത്രീകരണ വേളയിൽ ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് പോലീസിൽ നൽകിയ പരാതിക്ക് ശേഷം എറണാകുളത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു. കൊച്ചി DCPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രത്യേക അന്വേഷണ സംഘം. ഉദയംപേരൂർ SHO അന്വേഷണ ചുമതല വഹിക്കുകയാണ്. വനിതാ സ്റ്റേഷൻ SI, സൈബർ പോലീസ് എന്നിവരും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. രാഹുൽ, എപ്പോഴേക്ക് ഈ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏത് നിമിഷവും പുറത്തിറക്കാം എന്നതാണോ സാഹചര്യം? അതില്ല, അങ്ങനെ തന്നെയാണ്. ഏത് നിമിഷവും കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം രഞ്ജിത്തിനെ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിനിമാ താരം ബോബി കുര്യനും ഈ രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ ഒപ്പം ഈ ബോബി കുര്യനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. ബോബി കുര്യനും ഈ പോലീസ് സ്റ്റേഷനുള്ളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം മുതൽ തന്നെ പറയുന്ന പോലെ തന്നെ കോട്ടയത്തായിരുന്നു സിനിമ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത്. അതായത് അതിന്റെ സെക്കൻഡ് ഷെഡ്യൂള് കോട്ടയത്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് ഇത്തരത്തിൽ ഈ യുവനടി പരാതി നൽകിയ വിവരവും അതുപോലെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം രഞ്ജിത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒപ്പം തന്നെ ബോബി കുര്യൻ ഉൾപ്പെടെ ആ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തൊടുപുഴ വഴി ഹൈറേഞ്ചിലേക്ക് കടക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.